മനസ്സിലുള്ളത് കണ്ടുപിടിക്കാനും കണ്ടുപിടിക്കാതിരിക്കാനുമുള്ള വേദി. ആരംഭിക്കാം, മനസ്സിന്റെ മാന്ത്രിക ചെപ്പു തുറക്കാം. വെൽക്കം ടു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യ അശ്വമേധം. സ്വാഗതം ചെയ്യാം അവർ ജൂറി ശ്രീ ജോ ആന്റണി. നമസ്കാരം സർ. നമസ്കാരം. എല്ലാ പ്രേക്ഷകരും കാത്തിരിക്കുന്ന നമ്മുടെ സ്വന്തം ഗ്രാൻഡ് മാസ്റ്ററിനെ സ്വാഗതം ചെയ്യാം, ഡോക്ടർ GS പ്രദീപ്. സംഗീതവും സല്ലാപവും മാത്രമല്ല, പ്രണയവും സ്വാതന്ത്ര്യവും വരെ ആദ്യകാലത്ത് അതിൻ്റെ വിനിമയ മാധ്യമമായി കണ്ടത് റേഡിയോയെയാണ്. റങ്കൂണിൽ നിന്ന് സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള സന്ദേശങ്ങൾ അയച്ച സുഭാഷ് ചന്ദ്രബോസിൻ്റെയും INA-യിലെ മറ്റ് സമരഭടന്മാരുടെയും ഭാരതീയ ചരിത്രം. വഴിയോരത്ത് യാചിച്ചിരുന്ന വില്യം ടെൻറ്റൺ എന്ന തെരുവ് ബാലന് തൻ്റെ കുപ്പായ കീശയിലെ കുറേ നാണയങ്ങൾ നൽകി ആദ്യ പ്രതിഫലം സമ്മാനിച്ച മനുഷ്യൻ്റെ പ്രക്ഷേപണ ശൃംഖലയുടെ ചരിത്രം ടെലിവിഷൻ്റേത്. വിനിമയ മാർഗങ്ങൾക്ക് കാലത്തിനോട് പുലർത്താൻ കഴിഞ്ഞ കുറേ നീതികൾ കൂടിയുണ്ട്. സ്വാഗതം ഈ വൈജ്ഞാനിക നീതിയിലേക്ക്. ടു ദ ജസ്റ്റിസ് ഓഫ് നോളജ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ് ലക്ഷ്യ അശ്വമേധം. അശ്വമേധത്തിൽ ഈ ദിവസം അതിഥിയായി എത്തുന്നത് ഒരു RJ ആയി റേഡിയോ എന്ന മാധ്യമത്തിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ച് പ്രവർത്തിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരനും അദ്ദേഹത്തിൻ്റെ പ്രണയിനിയുമാണ്. ഇപ്പോഴാകട്ടെ ചലച്ചിത്രത്തിൻ്റെ മേഖലയിലേക്ക് പദം വച്ചു തുടങ്ങിയ ആ യുവാവിനെയും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനെയും നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ശ്രീ ആദർശ് ഷേനായ് ആൻഡ് വർഷ വിക്രമൻ, വാക്ക് ഇൻ പ്ലീസ്. ഹലോ വർഷ. ആദർശ്, എന്നാണ് വിവാഹം? നവംബറിലാണ്. ആദർശ് ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ ബിഗ് FM-ൻ്റെ RJ ആയിരുന്നു. ഞാൻ ഒരു 2 മാസത്തോളം ബിഗ് FM-ൻ്റെ സിറ്റിസൺ RJ. വർഷ, ഇതെവിടുന്ന് കണ്ടുപിടിച്ചു? ഞങ്ങൾ സ്കൂൾ ടൈം 2015 മുതൽ അറിയാം. വർഷ എന്ത് ചെയ്യുന്നു? ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരള ബാങ്കിൻ്റെ കോച്ചിങ്, CCB കോച്ചിങ്ങിന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ബാങ്കിൻ്റെ കോച്ചിങ്ങിന് വേണ്ടിയാണ്, ബാങ്കിൽ ജോലി കിട്ടാൻ വേണ്ടിയുള്ള കോച്ചിങ്. സിനിമ വിശേഷങ്ങൾ. സിനിമ ഇത് ഞാനിപ്പോൾ ചെയ്യുന്നത് അനൂപ് മേനോൻ സാർ അഭിനയിക്കുന്ന, രതീഷ് നെടുമങ്ങാടൻ സാർ ഡയറക്റ്റ് ചെയ്യുന്ന തനിനിറം എന്ന് പറയുന്ന മൂവിയാണ്. ഇതെൻ്റെ 3ാമത്തെ പടമാണ്. ഓൾറെഡി ഞങ്ങൾ രണ്ടുപേരും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സാണ്. ഞങ്ങൾ കണ്ടൻറ്റ് പരിപാടികൾ ചെയ്യുന്നത്. ഏകദേശം 1-2 വർഷമായിട്ട് ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ റീൽസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു. ഒരുപാട് ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടോ? അത്യാവശ്യം ചെറിയ രീതിയിലുണ്ട്. എവിടെ വീട്? ഞാൻ പേരൂർക്കട, കുടപ്പനക്കുന്ന്. തിരുവനന്തപുരം തന്നെ. രണ്ടുപേരും തിരുവനന്തപുരത്തുകാരാണ്. അതെ, ഞങ്ങൾ ഒരു സ്കൂളിലായിരുന്നു, ഒരു കോളേജിലായിരുന്നു. ഏതായിരുന്നു കോളേജ്? MG കോളേജിലായിരുന്നു. അപ്പോൾ ഇതിനു മുമ്പ് 2 സിനിമ ചെയ്തോ? അതേതൊക്കെയായിരുന്നു? എൻ്റെ ആദ്യത്തെ സിനിമ തമിഴ്, റജീന എന്ന് പറയുന്ന ഒരു പടം. അത് കണ്ടിരുന്നു ഞാൻ. തമിഴായിരുന്നു. OTT പ്ലാറ്റ്ഫോമിൽ കണ്ടു. അതെ. പിന്നെ അതിനുശേഷമുള്ളത് കുരുക്കെന്ന് പറഞ്ഞൊരു, അതും കണ്ടിരുന്നു. ഇത് രണ്ടുമാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ മികച്ച രീതിയിൽ താങ്കളുടെ കലാരംഗത്ത് പ്രവർത്തിക്കാൻ കഴിയട്ടെ. ഒപ്പം മികച്ച വ്യക്തിത്വവും ജീവിതത്തിൽ എല്ലാ കാലത്തും നിലനിർത്താൻ ശ്രമിക്കുക. വർഷ, നല്ലൊരു ജോലി ലഭിക്കുവാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾക്ക് അർത്ഥമുണ്ടാകട്ടെ. ഇമ്പമുള്ള ഒരു കുടുംബമായി നിങ്ങളുടേത് മാറട്ടെ. അശ്വമേധം കാണാറുണ്ട്? ഉണ്ട്. പാട്ടൊക്കെ പാടുമോ? ഞങ്ങൾ രണ്ടുപേരും ദേവരാം മാഷിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നതാണ്. സതീഷ് രാമേന്ദ്രൻ സാറിൻ്റെ. ആദ്യം പറയണ്ടേ? അപ്പോൾ നമുക്ക് കേൾക്കാം. മാഷ് ചിട്ടപ്പെടുത്തി ഏതെങ്കിലും പാട്ട് കേട്ട് തുടങ്ങാം. മാഷിൻ്റെ ആമ്പൽ പൂവേ അണിയം പൂവേ നീയറിഞ്ഞു ഇവളെൻ്റെ മുറപ്പെണ്ണ് ആമ്പൽ പൂവേ അണിയം പൂവേ നീയറിഞ്ഞു ഇവളെൻ്റെ മുറപ്പെണ്ണ്. ഇതല്ലേ ആദ്യം പറയേണ്ടിയിരുന്നത്. ഗംഭീരം. വർഷം ഒന്ന് പഠിക്കേ. കാറ്റു വന്നു കള്ളനെ പോലെ, കാട്ടുമുല്ലയ്ക്കൊരുമ കൊടുത്തു കാമുകനെ പോലെ. കാറ്റു വന്നു കള്ളനെ പോലെ.
അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. Thank you. അപ്പോൾ നിങ്ങളുടെ ജീവിതം സംഗീത സാന്ദ്രമാകട്ടെ. താങ്ക് യു സർ. ആദ്യ മേഖലയിലേക്ക് കിടക്കാം. ഇതൊക്കെ സർ. നിങ്ങൾ രണ്ടുപേരുമാണ് ഗ്രാൻഡ് മാസ്റ്റർ ഈ സോണിൽ. കം ലെറ്റ്സ് പ്ലേ ബി ദ ഗ്രാൻഡ് മാസ്റ്റർ. നിങ്ങൾ കണ്ടെത്തേണ്ടത് എന്താണ് എന്നറിയാം. എന്തായാലും അതൊരു വ്യക്തിയല്ല. ആദ്യ സൂചന ഇതാണ്. ഇക്വസ് കബാലസ് നിങ്ങൾ കണ്ടെത്തേണ്ടതിൻ്റെ ശാസ്ത്രീയ നാമമാണ്. അടുത്ത സൂചനയിലേക്ക് പോവാം. റെഡി? ഓക്കെ സർ. ഇവോഹിപ്പസ് എന്നല്ല, ഇഹോഹിപ്പസ് എന്നാണ് നമ്മൾ മലയാളത്തിൽ അതിനെ പറയുന്നത്. അതിൽ നിന്നാണ്, അത് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നതാണ്. അതിൽ നിന്നാണ് ഇന്ന് നിങ്ങൾ കാണുന്ന രൂപത്തിൽ നിങ്ങൾ കണ്ടെത്തേണ്ട ഈ ജീവി, ഈ അനിമൽ രൂപപ്പെട്ടത്. കുഴപ്പമില്ല, അടുത്തതിലേക്ക് പോവാം. പോകെ കൂടുതൽ എളുപ്പമാവും. മൂന്നാമത്തെ സൂചന, നിങ്ങൾ കണ്ടെത്തേണ്ട ഈ ജീവിയുടെ അഡൾട്ട് ഫീമെയിലിനെ, പ്രായമെത്തിയ ഫീമെയിൽ ജെൻഡറിലുള്ള സ്ത്രീലിംഗത്തിലുള്ള ജീവിയെ മെയർ എന്ന് വിളിക്കും. പ്രായപൂർത്തിയാകാത്ത സ്ത്രീലിംഗത്തിലുള്ള ജീവിയെ ഫില്ലി എന്ന് വിളിക്കും. ഐഡിയ വന്നോ? ഹിപ്പോപ്പൊട്ടാമസോ? അല്ല. എന്താണ് നേരത്തെ ക്ലൂവിൽ ഒരു ചെറിയ വേർഡ് ഇയോഹിപ്പസ് എന്ന് കണ്ടപ്പോൾ ഹിപ്പോപ്പൊട്ടാമസ് അല്ല അല്ല അല്ല. നാലാമത്തെ ചോദ്യത്തിൽ ക്ലൂവിലേക്ക് പോട്ടെ. നാലാമത്തെ ക്ലൂ, ആദർശിൻ്റെ ടെൻഷനിൽ പറയാൻ കഴിയാതെ പോകുമെന്നാണ് ആദർശിൻ്റെ പേടി. അതുണ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. നാലാമത്തെ ക്ലൂ, യൂണിറ്റ് ഓഫ് പവറിൻ്റെ വർക്ക് ഡണ്ണിൻ്റെ യൂണിറ്റായി 746 വാട്ട്സ് എന്നതിനെ ഒരു ഡാഷ് പവർ എന്നാണ് വിളിക്കുന്നത്. $746 വാട്ട്സ്. അത് എന്തിന് തുല്യമാണ്? അഞ്ചാമത്തെ സൂചന, നിങ്ങളുടെ കൺമുന്നിൽ ഏറ്റവും കുറഞ്ഞത് ഈ ജീവിവർഗത്തിൽപ്പെട്ട 5 എണ്ണമെങ്കിലും കാണാൻ കഴിയും. പറഞ്ഞു ഉറക്കെ പറയൂ. കുതിര ആണ്. അശ്വമേധത്തിൽ കുതിരയെക്കുറിച്ച് അല്ലാതെ ഞാൻ എന്തിനെക്കുറിച്ച് സൂചന തരേണ്ടത്? യു ആർ എലിജിബിൾ ടു ടേക്ക് പാർട്ട് ഇൻ അശ്വമേധം. നിങ്ങൾ അർഹത നേടുന്നു. ഓൾ ദ ബെസ്റ്റ്. അനിഷ പ്ലീസ്. 746 വാട്ട് എന്നത് ഒരു ഹോഴ്സ് പവറാണ്. ഒരു കുതിര ശക്തി എന്ന് പറയുന്നത് 746 വാട്ടാണ്. പവറിൻ്റെ യൂണിറ്റാണ് കേട്ടോ. വർക്ക് ഡൺ അതിൻ്റെ യൂണിറ്റാണ് ഹോഴ്സ് പവർ. 746 വാട്ട്സ് ചേരുമ്പോൾ ഒരു ഹോഴ്സ് പവർ ആവും. ശരി, അപ്പോൾ ഇനി നമുക്കൊരു അശ്വമേധത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരുമിച്ചൊരു യുഗ്മഗാനം കൂടി കേൾക്കാം. നിന്റെ കണ്ണിൽ നീലജാലകമോ മാഞ്ഞു പോകും മാരിവില്ലിൻ മൗനഗോപുരമോ പ്രണയം തുളുമ്പുമോർമ്മയിൽ വെറുതെ തുറന്നു തന്നു നീ. നനഞ്ഞു നിൽക്കുമഴയേ നീനിക്കു പുണരാൻ മാത്രം ജൂണിലെ നിലാമഴയിൽ നാളമായി നനഞ്ഞവളേ. ഒരു ലോലമാ നറുതുള്ളിയായി ഒരു ലോലമാ നറുതുള്ളിയായി നിന്റെ നിറുകിലൊരുകുന്നതിൻ ഹൃദയം. കാണാൻ ഏറ്റവും ഭംഗിയുള്ള കാഴ്ചയാണ് ജൂണിലെ മഴ, അതും ജൂണിലെ നിലാമഴ. അതെ, ആരംഭിക്കാം. ആരംഭിക്കും സാർ. ആദ്യ 10 ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് ആദർശും വർഷയും ഒരുമിച്ച്. യാഗം.
നിങ്ങൾ വിചാരിച്ച വ്യക്തി ഒരു പുരുഷൻ ആണ്. ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്. ഇന്ത്യൻ? യെസ്. മലയാളി? അല്ല. മലയാളി അല്ല. 50 വയസ്സിന് മുകളിൽ പ്രായം? ഇല്ല. ഇല്ല. രാഷ്ട്രീയം, കല, സാഹിത്യം? അല്ല. മൂന്നും അല്ല. മൂന്നിലൊന്നുമല്ല. അല്ല. മതപരം, ആത്മീയം, സാമൂഹ്യ പ്രവർത്തനം? അതും അല്ല. ആണോ? അല്ല, അതും അല്ല. അല്ല എന്നാണോ? അതുമല്ല. ഉറക്കെ പറയൂ. സൗത്ത് ഇന്ത്യൻ? യെസ്. സ്പോർട്സ്, സയൻസ്? യെസ്. സ്പോർട്സ്. യെസ്. അതെ. 10 ചോദ്യങ്ങൾ, യജ്ഞം. ക്രിക്കറ്റ്? അല്ല. 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 ബോൾ ഗെയിം, പന്ത് ഉപയോഗിച്ച് കളിക്കുന്ന ഒന്ന് തന്നെയാണ്? അല്ല. 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 ഈ പന്ത് എന്നത് നിങ്ങൾ ഈ സ്ഫെറിക്കൽ ഷേപ്പിലുള്ളതിനെ മാത്രമാണോ പന്തെന്ന് കരുതും? ഗോളാകൃതിയിലുള്ളത് മാത്രമല്ല, ബാഡ്മിൻ്റനും ഒരു ബോൾ ഗെയിം എന്നാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അതല്ല സർ. അല്ല അല്ല അല്ല. ഓക്കെ ഓക്കെ. സൗത്ത് ഇന്ത്യൻ ആണ് എന്നാണ് പറഞ്ഞത്. അത്ലറ്റിക്സ്, സ്വിമ്മിങ്? അത്ലറ്റിക്സിൽ ത്രോ ഐറ്റംസും അത്ലറ്റിക്സിൽ ഉൾപ്പെടും. അല്ല. സ്വിമ്മിങ്ങും അല്ല, അത്ലറ്റിക്സും അല്ല. അല്ല. ഗുഡ്. എനി ഫോം ഓഫ് എ മാർഷ്യൽ ആർട്ട്? അല്ല. ഭാരതത്തിന് മെഡൽ ലഭിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഉണ്ട്. ഇന്ത്യക്ക് മെഡൽ ലഭിച്ച കളിയാണ് ഒളിമ്പിക്സിൽ, പക്ഷേ ബോളുള്ള കളിയല്ല. അത്ലറ്റിക്സ്, സ്വിമ്മിംഗ് ഒന്നും മെഡൽ ലഭിച്ചിട്ടില്ല. ബോളുള്ള കളിയല്ല. അത് സൗത്ത് ഇന്ത്യൻ നോട്ട് അപ്രൂവ്ഡ് ഇൻ ഒളിമ്പിക്സ്. ഇല്ല അല്ലേ? ഓ ശരി. ഒളിമ്പിക്സിൽ, സബർ ഒളിമ്പിക്സിലൊന്നും ഉള്ള ഇനം അല്ല. അപ്പോൾ ഒരു അഡ്വഞ്ചർ ഗെയിമാണോ? അഡ്വഞ്ചർ ഗെയിം അല്ല. സാഹസിക? അല്ല. 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 16 ചോദ്യങ്ങൾ, രാജസൂയം. ടീം ഇവന്റ് തന്നെയാണോ? ഒരു ടീം ഇവന്റ് തന്നെയാണോ? ടീം ഇവന്റ് അല്ല, ഇൻഡിവിജ്വലി ആണ് കളിക്കുന്നത്. കർണാടക? അല്ല സർ. അല്ല. ആ ഓക്കെ ഓക്കെ. ശേ അയ്യേ, അതാണ് ഒളിമ്പിക്സിൻ്റെ കൺഫ്യൂഷൻ വന്നതല്ലേ. അതിനു വേണ്ടി പ്രത്യേക ഒളിമ്പ്യാഡുണ്ടോ? നിങ്ങൾ മനസ്സിൽ വിചാരിച്ച വ്യക്തി അവസാനമായി പരാജയപ്പെടുത്തിയ ആളുണ്ടല്ലോ, അയാൾ അതിനു മുൻപ് അത്തരമൊരു പോരാട്ടത്തിൽ മത്സരിച്ചത് ഇയാൻ നെപ്പോമിൻഷി എന്ന ആളുമായിട്ടായിരുന്നു. ആണോ? എന്നാൽ എൻ്റെ അവസാന ചോദ്യം, നിങ്ങൾ വിചാരിച്ച വ്യക്തിയുടെ കളിയിൽ ഉപയോഗിക്കുന്ന കളത്തിൽ, അല്ലെങ്കിൽ ആ കളി ഏത് സ്പേസിലാണോ നടക്കുന്നത് ആ സ്പേസിൽ 204 സമചതുരങ്ങളാണോ ഉള്ളത്? ആണ് സാർ? ആയിരിക്കണം. താങ്കൾക്ക് ഉറപ്പാണോ 204 ആണെന്ന്? സാർ ഞാൻ ഉറപ്പ് പറയണില്ല. 8 റോയും 8 കോളവും. അതെ. അപ്പോൾ 8 × 8 64 അല്ലേ വരൂ? അല്ലെങ്കിൽ ഞാൻ ഉറപ്പ് പറയാത്ത. അതവിടെ നിൽക്കട്ടെ. നിങ്ങൾ വിചാരിച്ചത് സ്വാഭാവികമായും ഡിങ് ലിറിനെ തോൽപ്പിച്ച് ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൻ്റെ നെറുകയിലേക്ക് രാജ്യത്തിൻ്റെ അഭിമാനത്തിനെ എത്തിച്ച സാക്ഷാൽ ഡി ഗുകേഷ് ആണ് എന്ന് ഞാൻ കരുതുന്നു. ശരിയാണോ? ആണോ? ആണ്. ഇനി പറയൂ, ഒരു ചെസ് ബോർഡിൽ എത്ര സമചതുരങ്ങളാണ് ഉള്ളത്? 8 റോയും 8 കോളവുമുള്ള ചെസ് ബോർഡിൽ എത്ര സമചതുരങ്ങളാണുള്ളത്? വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ഇൻ എ ചെസ് ബോർഡ്? എത്രയാണ് അനീഷ? 264. 264. എത്ര പറഞ്ഞത് നേരത്തെ? 8 ആണ് ഉള്ളത്. അല്ല, അത് അതിനകത്ത് പിന്നെ 4+4 ഇത് ആ കൗണ്ടിങ് വരും. ശരിയാണ്. ഒറ്റ നോട്ടത്തിൽ 64 എന്ന് ഉത്തരം പറയാമെങ്കിലും അങ്ങനെയല്ല. ഒരു ചെസ് ബോർഡ് തന്നെ ഒരു സമചതുരമാണ്.
4 കളങ്ങൾ ചേരുമ്പോൾ മറ്റൊന്ന്, 9 കളങ്ങൾ ചേരുമ്പോൾ മറ്റൊന്ന്, അങ്ങനെ 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ പ്ലസ് 7 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ, 1 പ്ലസ് 4 പ്ലസ് 9 പ്ലസ് 16 പ്ലസ് 25 പ്ലസ് 36 പ്ലസ് 49 പ്ലസ് 64. 204 സമചതുരങ്ങളുണ്ട് ഒരു ചെസ് ബോർഡ്. കേട്ടോ? ദൊമ്മരാജു ഗുഗേഷ് 2006 മെയ് 29 ജനനം. ഇന്ത്യൻ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ, നിലവിലെ ലോക ചെസ് ചാമ്പ്യൻ. ചെസ് കളിയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചെസ് ചാമ്പ്യനാണ് ചെന്നൈയിൽ നിന്നുള്ള ഗുഗേഷ്. തന്റെ 12ാമത്തെ വയസ്സിൽ ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടിയ ഗുഗേഷ് ചെസ് ചരിത്രത്തിലെ 3ാമത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗ്രാൻഡ് മാസ്റ്ററായി തുടരുന്നു. 17ാം വയസ്സിൽ ഫിഡെ റേറ്റിംഗിൽ 2750 മറികടന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനാണ് ഗുഗേഷ്. 16ാം വയസ്സിലും 2700 മറികടന്ന 3ാമത്തെ പ്രായം കുറഞ്ഞ കളിക്കാരനായിരുന്നു അദ്ദേഹം. 2024 45ാമത് ചെസ് ഒളിമ്പ്യാഡിൽ ടീം സ്വർണവും വ്യക്തിഗത സ്വർണവും, 2022 44ാമത് ചെസ് ഒളിമ്പ്യാഡിൽ ടീം വെങ്കലവും വ്യക്തിഗത സ്വർണവും ഗുഗേഷ് നേടിയിരുന്നു. ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ കാൻഡിഡേറ്റ്സ് ടൂർണമെന്റ് വിജയിയായ ഗുഗേഷ് 18ാം വയസ്സിൽ 2024 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഡിങ് ലീറനെ പരാജയപ്പെടുത്തി ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചെസ് ചാമ്പ്യനായി. ജൂനിയർ തലത്തിൽ ലോക യൂത്ത് ചാമ്പ്യൻഷിപ്പിലും ഏഷ്യൻ യൂത്ത് ചെസ് ചാമ്പ്യൻഷിപ്പുകളിലും 1-ലധികം സ്വർണ്ണ മെഡൽ ജേതാവാണ് അദ്ദേഹം. ഏഷ്യൻ ഗെയിംസിലും വെള്ളി മെഡൽ ജേതാവാണ് ഗുഗേഷ്. കൺഗ്രാറ്റുലേഷൻസ്. ഒപ്പം നാളെ വരുന്ന ദിവസങ്ങളിൽ നവംബറിൽ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾക്കപ്പുറം ആരംഭിക്കാൻ പോകുന്ന നിങ്ങളുടെ ജീവിതത്തിൻ്റെ പുതിയ അധ്യായത്തിന് അശ്വമേധത്തിൻ്റെ സ്നേഹാശംസകൾ. താങ്ക് യു സർ. താങ്ക് യു സർ. ഒരു പാട്ടുകൂടെ കേൾക്കാം. ഒരു ഫാസ്റ്റ് നമ്പർ ആയിക്കോട്ടെ. ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്നൊരു മെലഡിയാണ് സാർ. അപ്പം എന്താ? എവിടെയോ നന്മതൻ മർമരം കേട്ടു, എവിടെയോ പൗർണമി സന്ധ്യ പൂക്കുന്നോ, കളമുളം തണ്ടിൽ പ്രണയം കവിതയാകുന്നു, അതു കേട്ടകലെ വനനിരകൾ മാനസ നടനമാടുന്നു, പിന്മനം പൊന്മനം പ്രേമ വസന്തമാകുന്നു, മേലെ വെള്ളിത്തിങ്കൾ താഴെ നിലാക്കായൽ, കള്ളനെ പോലെ തെന്നൽ നിന്റെ ചുരുൾമുടി തുമ്പത്ത്, വെണ്ണിലാ പൂക്കൾ മെല്ലെ തഴുകി മറയുന്നു, പിന്നിലാ മഴയിൽ പ്രണയം പേലി നീത്തുന്നു. ജൂൺ നിലാമഴയും പിന്നിലാമഴയും ഒക്കെ മഴയാണ് മൊത്തത്തിൽ നിങ്ങളുടെ പ്രണയം. മനസ്സിൽ ചുണ്ടിൽ നിറയെ പാട്ടുകൾ, മനസ്സിൽ ചതുരംഗ കളവും. മൈക്കൽ ബോട്ട്വിക്കിൻ്റെ, കാപ്പാബ്ലാങ്കയുടെ, ബോറിസ് പാസ്കിയുടെ, കാർപ്പോവിൻ്റെ, കസ്പറോവിൻ്റെ, വിക്ടർ കോർച്ചിനോയുടെ, ഗതാ കാംസ്കിയുടെ, ജൂഡിത് പോൾഗറിൻ്റെ, വിശ്വനാഥൻ ആനന്ദിൻ്റെ, പ്രവീൺ ദിപ്സയുടെ, ദിവ്യേന്ദു ബെറുവയുടെ, അർജുൻ എറിഗാസിയുടെ, ഡി ഗുഗേഷിൻ്റെ ഒക്കെ പ്രതിഭ കൊണ്ട് കയ്യൊപ്പ് പതിപ്പിച്ച ചതുരംഗ കളത്തിൽ ഇനിയോർക്കണം, 64 അല്ല 204 സമചതുരങ്ങൾ. എണ്ണിത്തീരില്ലല്ലോ പരിമിതികൾക്കകത്ത്, അപ്പുറത്തേക്ക് വളർന്നു കിടക്കുകയല്ലേ അതിരുകളില്ലാത്ത അളവുകോലുകൾ. ശുഭരാത്രി.